എൻ്റെ കുറച്ച് ആൻജോവി ചൂടായിരിക്കും, അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് ചൂട ക്ലീൻ ചെയ്ത് വെച്ചേക്കുക ഇവിടെ. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ എടുത്ത് വെച്ചേക്കുക അരപ്പിന് വേണ്ടിയിട്ടൊക്കെ. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഉണ്ട്, പിന്നെ എരിവുള്ള കുറച്ച് ചില്ലി പൗഡർ എടുത്ത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇഞ്ചിയും ചെറിയ കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓണിയൻ എടുത്ത് വെച്ചേക്കുക ചെറുതായിട്ട് അരിഞ്ഞ്. അതും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയെല്ലാം കൂടെ കുരുമുളകും അതുമെല്ലാം കൂടെ ചതച്ചിട്ട് ഈ ഫിഷിനകത്ത് പരട്ടി കുറച്ച് നേരം വെച്ചിട്ട് അരമണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കാം. തലേന്നൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് തലേന്നൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് ഉപ്പിടുക അതിനകത്തോട്ടൊക്കെ. ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിനകത്ത് പരട്ടി വെക്കാം. അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച്, ഇനി ആ ഓണിയൻ ഇല്ല അതോടെ ഇതിനകത്തിട്ട് ചതയ്ക്കാൻ പോകും. ഇത്രയും കൂടെ ചതച്ചിട്ട് നമുക്ക് പിന്നെ മറ്റേ പൊടിയും കൂടി ഇട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ചതച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടെല്ലാം. ഇനി നമുക്ക് ആ പൊടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചതച്ചെടുക്കാം. ഉണ്ടെങ്കിൽ കുറച്ച് സാൾട്ട് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഫിഷിന് ഇട്ടിട്ടുണ്ട്, ഇത് പൊടിക്കുള്ള. ഇതെല്ലാം നമുക്കിനി ഒന്നുകൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് പുരട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ അരപ്പ് ഇതിനകത്തെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ അരപ്പൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജ് വെക്കാം. വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് തണുപ്പ് മാറിയിട്ട് ഫ്രൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവാം. 10-15 മിനിറ്റായി. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്ന അവകാഡോ ഓയിലാണ്. ചൂട പുരട്ടി വെച്ചിട്ട് അവകാഡോ ഓയിലിന് ശരിക്കും എന്താ പറയുക, സ്മോക്കിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോ, സ്മോക്കിംഗ് പോയിൻറ്റ് ഹൈയാണ്. അപ്പം കുറച്ച് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവകാഡോ ഓയിൽ ഉണ്ടാക്കുന്നത് നല്ലത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കരി പോലെ ആവത്തില്ല, വേഗത്തിൽ കരി പോലെ ആവത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഈ അവകാഡോ ഓയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ, ഇങ്ങനെ ഫിഷും പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. ഇതിപ്പം ഫിഷിന് അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല അവകാഡോ ഓയിലിനിപ്പം. അതുകൊണ്ട് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന അവകാഡോ ഓയിലാണ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഫിഷ് എടുത്തിട്ട് പിന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഇനിയിപ്പം അതിനകത്തോട്ട് എടുത്തിടാം. ഈ ചൂടാണ് ചെറുതാണ്, അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ നമുക്ക് ആവുന്നുണ്ട്. ഒത്തിരി നമ്മൾ ഫ്രൈ ചെയ്യാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനിതെല്ലാം ഞാൻ കുറച്ച് ഇടട്ടെ. ഒരു സൈഡാകുമ്പം മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ടിട്ട് മുപ്പിച്ച് പൊരിയെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായി, അടുത്ത സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് കോരാൻ പോവാം. അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് ഇത് ഒരു സൈഡാകുമ്പോൾ അടുത്ത സൈഡിട്ട് എടുക്കും. ക്ലീൻ ചെയ്യുന്നത് പാടുള്ളൂ, ക്ലീൻ ചെയ്യുന്നത് ഇച്ചിരി പാടാവുന്നത് ചെറിയ മീനായിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ചൂട ഇത് ഡ്രൈ കറി പോലെ ഉണ്ടാക്കുന്ന ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും വലിയ ടേസ്റ്റിയാണ്. ഇത് പക്ഷേ എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ഫ്രൈ ചെയ്യുന്ന ചൂട്. പിന്നെ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചൂടോടുകൂടി ഫ്രൈ ചെയ്തിരുന്നു ചൂടോടെ കഴിക്കാൻ നല്ല രസമുള്ള ഒരു കാര്യമാണ്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൊത്തം കോരി പാത്രത്തിലോട്ട് മാറ്റി. ഇത് ആൻജോവി ഫ്രൈ ചെയ്തത് ഞാനൊരു തൊട്ടിങ്ങനെ എടുത്ത് വെച്ചേക്കുക. ഞാനിത് ശരിക്കും തിരിച്ചിടാനൊക്കെ യൂസ് ചെയ്ത ഒരു ഫോർക്ക് കൊണ്ട് ഞാനിതിങ്ങനെ തിരിച്ചൊക്കെ ഇട്ടത്. ഓക്കെ, പിന്നെ ഉപ്പൊക്കെ നന്നായിട്ട് ചേർക്കുക. അങ്ങനിപ്പം ചൂട ഫ്രൈ ഓർ ആൻജോവി ഫ്രൈ ഈസ് റെഡി. അപ്പം നിങ്ങളും ഇതുപോലെ
നല്ല ടേസ്റ്റുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്കാണെങ്കിൽ ഈ സാമ്പാറിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ കഴിക്കാൻ ഭയങ്കര അല്ലേ, ചിലർക്ക് ഇഷ്ടമായിരിക്കും സാമ്പാറും ഫിഷ് ഫ്രൈ ഒക്കെ കൂടി കഴിക്കാൻ. അപ്പം ഇന്നാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം നല്ല ചൂടോടെ സാമ്പാറും റൈസും ഈ ഫിഷ് ഫ്രൈ ഒക്കെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസമല്ലേ. ആ ഫിഷ് ഫ്രൈയുടെ കൂടെ ഞാൻ കുറച്ച് ഓണിയനും ഒക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഫിഷ് ഫ്രൈയും ഓണിയനും ഒക്കെ കൂട്ടി ചോറുണ്ണാൻ നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണിത്. അപ്പം നിങ്ങളും ഇതുപോലെ ഇത് ഫ്രൈക്കകത്ത് ഓണിയനൊക്കെ വെച്ചിങ്ങനെ കഴിച്ചു നോക്കുക. ഓക്കെ, റിയലി യമ്മി ടേസ്റ്റി. ഓക്കെ, അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.